അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൺമാസ്കിംഗ് അനോവലീസിൻ്റെ തദബ്ബുർ സീരീസിലെ അടുത്തൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വീണ്ടും വിശുദ്ധ ഖുർആനിൻ്റെ മാസമായതുകൊണ്ട് തന്നെ ഖുർആനിനെ പറ്റിയുള്ള മറ്റൊരു വചനമാണ് നമുക്കിന്നും പരിശോധിക്കാനുള്ളത്. ഞാൻ ആയത്തൊന്ന് ആദ്യം ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. ഈ ആയത്തിൽ ശരിക്കും അള്ളാഹു പറയുന്നത് അള്ളാഹു നസ്സല അഹ്സനൽ ഹദീഥി, അള്ളാഹു ഏറ്റവും നല്ല വർത്തമാനം അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബ് മുതശാബിഹം മസാനിയ, പരസ്പര സാദൃശ്യമുള്ള ആവർത്തിത വചനങ്ങളായ ഒരു ഗ്രന്ഥം. അത് ഏറ്റവും നല്ല വർത്തമാനമാണ്. പരസ്പര സാദൃശ്യമുള്ള വചനങ്ങളുണ്ട്, അതേപോലെ ആവർത്തിത വചനങ്ങളുള്ളതായ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, പടച്ചവനെ പേടിക്കുന്ന ആളുകൾക്ക്, ഈ ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്ത് എഫക്റ്റാണ് അത് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. പിന്നെ തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, ഈ ഖുർആനിലെ പാരായണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോൾ അവരുടെ തൊലികൾ വിറകൊള്ളുന്നു. നമ്മൾ സാധാരണ രോമാഞ്ചം വരിക എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥ ഉണ്ടാകും. എന്ത് കാരണത്താലാണ് ഉണ്ടാവുന്നത്? യഖ്ശൗന റബ്ബഹും, അവരുടെ റബ്ബിനെ, അവരുടെ രക്ഷിതാവിനെ അവർ ഭയപ്പെട്ടുകൊണ്ടാണ് അതുണ്ടാകുന്നത്. ശിക്ഷയെക്കുറിച്ചും ഇതൊക്കെ ഭയപ്പെട്ടിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. സുമ്മ തലീനു ജുലൂദുഹും, എന്നിട്ട് പിന്നീട് അവരുടെ തൊലികൾ മയപ്പെട്ടു വരും. ആദ്യം രോമാഞ്ചം ഉണ്ടാവും, പിന്നെ മയപ്പെട്ടു വരും. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളും മയപ്പെട്ടു വരും. ഇലാ ദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ. ഇപ്പം പേടി ഉണ്ടാവും, എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹു കാരുണ്യം കാണിക്കുന്നവനാണ്, അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ നമുക്ക് വീണ്ടും അവസരങ്ങൾ നൽകുന്നവനാണ്, നമ്മൾ കൈവിടുന്നവനല്ല എന്ന രൂപത്തിലേക്ക് അവരുടെ ഹൃദയങ്ങളും അവരുടെ തൊലിയൊക്കെ മയപ്പെട്ടു വരും. അതേപോലെ ദാലിക ഹുദല്ലാഹി യഹ്ദി ബിഹി മൻ യശാ, ഇതാണ് അള്ളാഹു നേർവഴി മാർഗദർശനം നൽകാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാർഗദർശനം നൽകാൻ ഉപയോഗിക്കുന്ന ഹുദ, മാർഗദർശനം. വമൻ യുദ്ലിലില്ല, എന്നാൽ ആരെയാണോ അള്ളാഹു വഴിപിഴവിലാക്കുന്നത്, വഴികേടിലാക്കുന്നത്, ഫമാ ലഹു മിൻ ഹാദ്, അവനെ നേർവഴിക്ക് വഴി കാട്ടുന്ന ഒരുവനുമില്ല എന്നുള്ള രൂപത്തിൽ പറയുന്ന ഒരു വലിയ ആയത്താണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന്, ഇത് ഏറ്റവും നല്ല വർത്തമാനമാണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ശരിക്കും ഖുറാനിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഒരു പള്ളിയുടെ മുമ്പിൽ കാറിൽ ഞാനും ഉമ്മയും എൻ്റെ ചെറിയ അനിയനും മാത്രമുള്ള സമയത്ത് ഉപ്പ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയതാണ്. അപ്പോൾ സൗദിയിൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ലൗഡ് സ്പീക്കറിലൂടെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഈ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമിൻ്റെ ആ ഖിറാഅത്ത്, ആ പാരായണം പുറത്തേക്ക് എടുക്കണം. വളരെ മനോഹരമായി. ഞാൻ അതിനു മുമ്പ് ഇത്രയും മനോഹരമായൊരു അനുഭൂതി ഖുർആൻ കേട്ടിട്ട്, സാധാരണ ഖുർആൻ ഓതണം, ഫാത്തിഹ ഓതണം, ഇതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ച് ഭയങ്കര വെറുപ്പാണ്, നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ വല്ലാതെ ആകർഷിച്ച ഒരനുഭവമായിരുന്നു. അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊന്നും അറിയില്ല. അതാണ് ഏറ്റവും നല്ല വർത്തമാനം. പിന്നെ അതേ സമയം തന്നെ എൻ്റെ വേറൊരു അനുഭവം, തറാവീഹിന് നമ്മൾ തറാവീഹിന് സാധാരണ ഇവിടെയും പോകാറുള്ള ഏറ്റവും നല്ല പാരായണം എവിടെയാണ്, അവിടെ തേടി പിടിച്ച് പോകും. കുറച്ച് ദൂരമാണെങ്കിലും ബൈക്കിലൊക്കെ പോകേണ്ടി വരുമെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അത് അതിൻ്റെ ഒരു മനോഹാരിതയാണ്. നമ്മൾ ആസ്വദിക്കുക, അതിൽ ശ്രദ്ധിച്ചിരിക്കാനൊക്കെ അത് ഭയങ്കര ഉപകാരപ്പെടും. അങ്ങനെ നമ്മൾ തറാവീക്ക് നമ്മൾ ഫാമിലിയായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പള്ളിയുണ്ട്. ഇത് സൗദിയിലാണ്. കുട്ടിയാണ് ഞാനന്ന്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഇമാമിൻ്റെ അതും വളരെ മനോഹരമായൊരു പാരായണമായിരുന്നു. അതുപോലൊരു പാരായണം ഞാൻ പിന്നീട് അതിന് മുമ്പോ കേട്ടിട്ടില്ല. അത്രയും മനോഹരമായ, മാഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു പാരായണം കേട്ടിട്ട് അടുത്തുള്ള ആളുകൾ കരയാണ്. അത് മുതിർന്ന വലിയ വയസ്സുള്ള നര ബാധിച്ച താടി രോമങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇപ്പുറത്തും ഇങ്ങനെ ഇരുന്ന് കരയാണ്. ആ ഇമാമ് കരയാണ്. ആ ഇമാമ് കരയുന്നതിനൊപ്പം ഞാനും കരഞ്ഞു. എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല, പക്ഷെ എല്ലാവരും കരയുന്നു. ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ ശരിക്ക്. ഇപ്പോൾ ഖുർആൻ പറയുന്ന അഹ്സനൽ ഹദീത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്യും പല സമയത്തും. ഇതിപ്പോൾ അർത്ഥം അറിയാത്തവരുടെ അവസ്ഥയാണ്. അപ്പോൾ അർത്ഥം അറിഞ്ഞ് പ്രത്യേകിച്ച് ആ ഇമാമിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ള
ഇതിൽ ആ പാരായണത്തിന്റെ ആ ഒരു അഹ്സനുൽ ഹദീസ് എന്ന് പറയുന്നിടത്ത് ഇപ്പം ഈവൻ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബിൽ അത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഇതെത്രയാണെന്ന് അറിയില്ല, എന്നാലും ചില യൂട്യൂബേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ ഈ വളരെ റാൻഡം ആയിട്ടുള്ള സ്ട്രേഞ്ചേഴ്സിന് എന്ത് ചെയ്യും, ഇയർഫോൺ എടുത്തിട്ട് അവർക്ക് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ ആ ഒരു റിയാക്ഷനൊക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് പലപ്പോഴും. അപ്പോൾ എന്നുവെച്ചാൽ ഇതുവരേക്കും അവർ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇത് പാട്ടുകൾ കഥാൽക്കാരെന്നല്ലോ, ആൾക്കാരെല്ലാവരും പാട്ട് കേൾക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിച്ചു പോകുന്നവരൊക്കെയാണ്. പക്ഷേ ഈ വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികത എന്ന് പറയുന്നത് ഈവൻ അർത്ഥം അറിയുന്നവർക്കും അറിയാത്തവർക്കും അതിന് പിടിച്ചു നിർത്താനുള്ള എന്തോ ഒന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അപ്പം ആ ഒരു പിന്നെ ആ ഒരു ഒന്നാമത് വിശുദ്ധ ഖുർആൻ്റെ ആശയതരത്തിലുള്ള അതിൻ്റെ ഒരു മാസ്മരികത എന്നുള്ളതും പാരായണത്തിലുള്ള ഒരു മാസ്മരികത എന്നുള്ളതും എല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റുന്ന, ഈവൻ ഇതിനൊക്കെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് കമൻറ്റിടുന്ന ആൾക്കാർക്കൊക്കെ ജസ്റ്റ് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വിശുദ്ധ ഖുർആൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വളരെ റാൻഡമായിട്ട് നിങ്ങൾ എടുത്തോളൂ, അതൊന്ന് ഒരു കേട്ട് വെക്കുക അല്ലേ, അത്രേ പറയാനുള്ളൂ. കാരണം നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ ഉണ്ട്, അതൊന്ന് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ. അതേപോലെ തന്നെ പിന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം മുത്തശാബിഹൻ, ഇതിൽ കുറേ സാദൃശ്യ വചനങ്ങളുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ തന്നെ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത് അവിടെ വായിച്ചതല്ലേ, ഇത് ഇവിടെ വായിച്ചതല്ലേ, നമുക്കിങ്ങനെ ഓർമ്മ വരും. പല സമയത്തും നമുക്ക് ഹിഫ്ള് പഠിക്കുമ്പോൾ മനപ്പാടാക്കുമ്പോൾ ചില സമയത്ത് കൺഫ്യൂഷൻ ആകുന്നതും അവിടെയാണ്. കാരണം ചില സമയത്ത് ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയും, ചിലയിടത്ത് ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ബസീർ, അങ്ങനെ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയും. അപ്പോൾ സാദൃശ്യമുള്ള വചനങ്ങൾ, പക്ഷെ ഓരോന്നും ആ സാഹചര്യത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഒരാവർത്തന വിരസത അനുഭവിക്കാതെ ആവർത്തിക്കാനുള്ള ഒരു സാധനം അതിലുണ്ട്. ഇപ്പം സാദൃശ്യം എന്ന് പറയുമ്പോൾ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നത് ചിലപ്പം പടച്ചവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. തീർച്ചയായും പടച്ചവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. പക്ഷെ അത് ഒരു കണ്ടക്സ്റ്റിൽ പറയുന്നുണ്ടാവും, അത് അവിടെ കറക്റ്റ് ആയിരിക്കും. വേറൊരു കണ്ടക്സ്റ്റിൽ ഇത് ആവർത്തിക്കുന്നുണ്ടാവും, അവിടെയും ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ പക്ഷെ നമുക്ക് അവിടെ ഒരു ആവർത്തന വിരസത അനുഭവിക്കൂല. കാരണം നമ്മൾ അതിലൂടെ കടന്നു വരുമ്പോൾ അതാണ് കുതിരത്തിലേക്കായിരിക്കും അത് എത്തുന്നുണ്ടാവുക. അവിടെയാണ് ഈ ആയത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരേ പദപ്രയങ്ങളിലായത്ത് വരെ ഇങ്ങനെ ആവർത്തിച്ചായിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ പല റഹ്മാനിലാകട്ടെ, സൂറത്ത് റഹ്മാനിലാകട്ടെ, മറ്റ് പല സാധാരണ രീതിയിൽ ഒരു വരി ഇങ്ങനെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിരസതയാണ്. പക്ഷെ സൂറത്ത് റഹ്മാന്റെ ഒരു പ്രത്യേകത തന്നെ എന്താണ്, ആളുകൾ അതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന തന്നെ ഈ ഒരു ആയത്ത് അത് ആവർത്തിച്ച് വരുന്നതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറയാം, എന്നിട്ട് പടച്ചോൻ ചോദിക്കണം അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏത് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നിങ്ങൾ രണ്ട് കൂട്ടരും, അതായത് ജിന്നുകളും മനുഷ്യന്മാരും ഏതിനെയാണ് നിഷേധിക്കുന്നത്, ഏതിനെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത് എന്നുള്ളത്. അത് ഓരോ അനുഗ്രഹം പറയുമ്പോഴും അത് വീണ്ടും ആവർത്തിക്കുക, അത് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇത് ശരിക്കും ഒരു മനുഷ്യന്റെ ഒരു മനസ്സിനെ കൂടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു രീതിയാണ് ഖുറാൻ്റെത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഗ്രന്ഥം അതെടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു കാര്യം ഒരു തവണ മാത്രം പറഞ്ഞാൽ അത്ര മതിയാവും. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരെയും അതുപോലെ തന്നെ വളരെ ചിന്താശേഷി കൂടിയവരെയും ഇല്ലാത്തവരെയും വളരെ സാധാരണക്കാരനെയും എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ഗ്രന്ഥമാണ്. ആ എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ്റെ ഒരു നറേഷൻ പോകുന്നത്. അവിടെ ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ ഒഴുക്കിൽ പറഞ്ഞു പോകേണ്ടി വരും. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു രീതി തന്നെ എടുക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഈ ആവർത്തിക്കുന്ന വചനങ്ങളുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആവർത്തിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ അടുത്തത് ആ കാര്യം തന്നെ പറയുമ്പോൾ ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അതിന്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു പാഠം നമുക്ക് അതിലുണ്ടാവും. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥ നമ്മൾ പറഞ്ഞ പോലെ അത് ഒരുപാട് തവണ ആവർത്തിക്കുന്ന ഒരു ചരിത്രമാണ്. പല സൂറത്തുകളിലും പല സ്ഥലങ്ങളിലായിട്ട് ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഓരോ സമയത്ത് അത് ആവർത്തിക്കുമ്പോൾ കുറെ പുതിയ പാഠങ്ങളുണ്ട്. ക്യാരക്ടർ സെയിം ആയിരിക്കാം ചിലപ്പോൾ, പക്ഷെ പുതിയ പാഠം, ചിലപ്പോൾ പുതിയ ക്യാരക്ടേഴ്സും വരും. അങ്ങനെ ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തന വിരസത അനുഭവപ്പെടാത്ത നമുക്ക് കാണാൻ കഴിയും. പിന്നുള്ളത് ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന എഫക്റ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കരയുന്ന ആളുകൾ, നമ്മൾ ഭയങ്കര ഗാംഭീര്യമുള്ള സൗണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് പാരായണം ചെയ്യുന്ന ആൾക്കുണ്ടാവുക. പക്ഷെ അത് പാരായണം ചെയ്ത് അയാൾ കരയുമ്പോൾ ഭയങ്കര നമുക്ക് ലോലഹൃദയൻ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നമ്മളെ ഇടയിൽ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് നമുക്ക് തോന്നിപ്പോയത്. ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ വലിയ ധീരന്മാരും യോദ്ധാക്കളും ഒക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഇവര് വാവിട്ട് കരഞ്ഞവരാണ്. ഇതിങ്ങനെ പാരായണം ചെയ്തിട്ട് കരയുന്നത് നമുക്ക് കാണാം. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
രാത്രി നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നബിസ്വലാസം അത് നമസ്കരിച്ച് ഒരൊറ്റ ആയത്ത്, ആ ആയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം മാത്രമേ ഞാൻ പറയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പരലോകത്ത് വെച്ച് അള്ളാഹു ചോദ്യം ചെയ്യുന്ന ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുന്ന സമയമാണ്. അപ്പോൾ ഈസാ നബിനോട് അള്ളാഹു ചോദിക്കും, ഇതാണ് ആ ആയത്തുകളുടെ ഉള്ളടക്കം, നബിസ്വലാസം പാരായണം ചെയ്യുന്ന ആയത്തുകൾ. താങ്കളുടെ ജനങ്ങളോട് താങ്കളെയും താങ്കളുടെ ഉമ്മയെയും ആരാധിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈസാ നബി ഇസ്ലാം പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഞാൻ പോയതിനു ശേഷം ഇനി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീയാണല്ലോ അവരുടെ കൈകാര്യകർത്താവ് എന്ന് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു സംഭാഷണമാണ്. അതിൽ അവസാനം ഈസാ നബി ഇസ്ലാം പറയുന്നുണ്ട്, അള്ളാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിൻ്റെ അടിമകളാണ്, അതിന് നിനക്ക് അർഹതയുണ്ട് എല്ലാ അർത്ഥത്തിലും. കാരണം നീ പറഞ്ഞൊരു കാര്യം, ഞാൻ അവരെ പഠിപ്പിച്ചൊരു കാര്യം അവർ ലംഘിച്ചു, അതിൽ നിന്ന് അവർ വഴിപിഴച്ചു പോയി. എന്നാൽ അതേസമയം നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അങ്ങേയറ്റം പൊറുക്കുന്നവനാണെന്ന് പറയുന്ന ഒരു ആശയമാണ്. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ട് കരഞ്ഞു എന്ന് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സുബ്ഹി നമസ്കാരത്തിന്, പ്രഭാത നമസ്കാരത്തിന് ആ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയം വരെ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നാണ്. അപ്പോൾ ഇപ്പം സാധാരണ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിമർശകരൊക്കെ പറയുന്നത് യുദ്ധക്കൊതിയൻ, ചോരക്കൊതി, ഇങ്ങനൊരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് അതായത് ഈ അവസ്ഥ എനിക്കും വരുമല്ലോ, ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായ അവസ്ഥ എനിക്കും വരുമല്ലോ, എൻ്റെ സമുദായത്തിനോട് ഞാൻ എന്താണ് പ്രബോധനം ചെയ്തത്, അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് അള്ളാഹ് എന്നോടും ചോദ്യം ചെയ്യുമല്ലോ എന്നുള്ളൊരു ഇതിൽ നിന്നാണ് ആ ഒരു കരച്ചിലും. ഇതിൽ ഈ ഒരു ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈ ഒരു കോൺട്രാസ്റ്റ് ശരിക്കും വ്യത്യസ്തമാണ്, ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം. ഒരേ സമയത്ത് അവർ യുദ്ധത്തിൻ്റെ സമയത്താകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡീൽ ചെയ്യുന്ന വിഷയത്തിൽ വളരെ ജെന്റിലായിട്ടും അതേപോലെ തന്നെ ധീരത ആവശ്യമുള്ള സമയങ്ങളിൽ അത് ഉണ്ടാവുന്നു. എന്നാൽ അതേ സമയത്ത് തൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പം കരയുന്ന, അതേപോലെ തന്നെ അങ്ങേയറ്റം വിനയാന്വിതരാകുന്ന, കുട്ടികളെ പോലെ ആകുന്ന ഒരേ വ്യക്തി തന്നെയാണിത്. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ആ സംസ്കരണം സാധ്യമാവുക എന്നുള്ളത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള ആൾക്ക് ഭയങ്കര എന്താ പറയുക പ്രൗഢിയുള്ള ഒരു രാഷ്ട്രത്തലവനാണ്. എന്നാൽ അതേ സമയത്ത് ഈ രാത്രി ഇങ്ങനെ നിസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടിയിട്ട് പിന്നെ ആയിഷ ബീവി ചോദിക്കാണ്ട് മതി റസൂൽ എങ്ങൾക്കൊക്കെ പുറത്തന്നല്ല മതിയാക്കെന്ന് പറയുമ്പോൾ അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു റസൂൽ. അതായത് ഒരേ സ്ഥലത്ത് പിന്നെ യുദ്ധം നയിക്കുന്ന വലിയ യോദ്ധാവിനെ നമ്മൾ കാണുന്നു, അതേപോലെ തന്നെ രാഷ്ട്രത്തലവനെ, പ്രൗഢിയുള്ള ഗാംഭീര്യമുള്ളൊരു രാഷ്ട്രത്തലവനെ കാണുന്നു. അതേ സമയത്ത് തന്നെ തൻ്റെ സട്ടാബിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ വിനയാന്വിതനായിക്കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ആ സട്ടാബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു റസൂലിനെ നമ്മൾ കാണുകയാണ്. ഇത് റസൂലിൻ്റെ മാത്രം വിഷയമല്ല, സ്വഹാബത്തിൻ്റെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ഇനി സ്വഹാബത്തിനൊക്കെ വിട്ടുക, ഇപ്പം നമ്മൾ ഓരോരുത്തരെടുക്കുക, മുസ്ലിങ്ങളെടുക്കുക. മുസ്ലിങ്ങളിപ്പം റമദാനിൽ രാത്രി പള്ളിയിൽ പോയി കരയാണ്, അതേപോലെ തന്നെ പ്രാർത്ഥിക്കുകയാണ്, തറാവീഹിൽ സുജൂദിലിരുന്നിട്ട് റബ്ബിനോട് സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതുവഴി നടക്കുന്നൊരു സംസ്കരണം അത് അസാധ്യമായൊരു കാര്യമാണ്. കാരണം അവരുടെ മറ്റ് എല്ലാ മേഖലകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇവർ ഈ സുജൂദിൽ കിടന്നിട്ട് പറയുന്നത്. അത് പഠിച്ചോനെ, ഞാനൊരു ഭരണാധികാരിയാണ്, ഞാൻ എൻ്റെ ഭരണീയരായ ആളുകളോട് എന്തെങ്കിലും അനീതി പ്രവർത്തിച്ചു പോയോ ഉണ്ടെങ്കിൽ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് പിറ്റേന്ന് ചെയ്തിട്ട് പോയിട്ട് അതേ കാര്യം ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ അനീതികൾ ചെയ്യാൻ പറ്റൂല, ഭാര്യയോട് മോശമായി പെരുമാറാൻ പറ്റൂല. ഇങ്ങനെ ഒരു ജീവിതത്തെ സംസ്കരിക്കുന്ന ആ ഒരു രൂപം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ആ ഒരു മാസ്മരികതയുമായി കൂടി തട്ടിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അഹ്സനുൽ ഹദീസ്. ഏറ്റവും നല്ല വർത്തമാനം എന്നുള്ള അത് എത്ര അന്വർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രോമാഞ്ചം ഉണ്ടാകും, അതായത് ആ പേടി കൊണ്ട് രോമാഞ്ചം ഉണ്ടാകും. പിന്നെ സുമ്മ തലീനു ജുലൂദുഹും, അവരുടെ ചർമ്മങ്ങൾ, അവരുടെ തൊലികൾ വീണ്ടും മയപ്പെട്ട് വരും. ഖുലൂബുഹുമില്ലാദിക്ര, അതാണ് നമ്മൾ കണ്ടത്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് അതാണ്. വലിയ വലിയ ഇമാമുമാരിൽ, ഖാരികളിൽ, നമ്മുടെ തന്നെ പള്ളികളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. ആ മയപ്പെട്ട് വരികയാണ്, പടച്ചോന്റെ മുന്നിൽ നമ്മളൊന്നുമല്ല എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇതിൽ ഈ അതും പരിവർത്തനത്തിന്റെ ഒരു വളരെ സുന്ദരമായ ഒരു ആഖ്യാനാണ് അത് സംഭവം. കാരണം പല കാര്യങ്ങളും നമ്മൾ കേട്ട ഉടനെ നമുക്ക് ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ ചില പാട്ടുകളൊക്കെ കേട്ട ഭയങ്കര സംഭവം, അത് അടിപൊളി പാട്ടാണെങ്കിൽ ആ ഒരു മോഡിലേക്ക് പോവാം, ഒരു സെന്റി പാട്ടാണെങ്കിൽ അതിന്റെ മോഡിലേക്ക് പോവാം. പക്ഷെ ആ പാട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ വലിയ എഫക്റ്റ് ഉണ്ടാവും. അതാണ് ഈ രോമാഞ്ചം ഉണ്ടാകുന്ന രൂപത്തിൽ എന്ന് പറയാം. എന്നാൽ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രോമാഞ്ചത്തിലോ അല്ലെങ്കിൽ സ്കിന്നിലോ അവിടെ തൊലിപ്പുറത്ത് നിൽക്കുന്നില്ല, മറിച്ച് ആ തൊലിയിൽ ഉണ്ടാകുന്ന എഫക്റ്റ്
ഖുലൂബുഹും അല്ലെ, അവരുടെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഇതാണ് വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയായി ഇങ്ങനെ അത് നിലനിൽക്കുകയും അത് പരിവർത്തനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പം പല ആയത്തുകളും നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആയത്ത്, തക്കാതു തമയ്യദു മിനൽ ആയിൽ കുല്ലമാവുൽക്കി, ആ ഒരു ആയത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ പേടി ഇങ്ങനെ ആവാൻ. എന്നാൽ അതേ സമയത്ത് ആ പേടി, ആ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന പേടിയും അതുപോലെ തന്നെ ആ ഒരു രോമാഞ്ചവും അത് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുതല്ലോ എന്ന ആ ഒരു ദിക്ർ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും കഴിയുന്നു. ഇതാണ് വിശുദ്ധ ഖുർആന്റെ ഒരു പരിവർത്തനത്തിന്റെ ഒരു പ്രാക്ടിക്കലായ ഒരു രൂപം. അത് സുന്ദരമായി ആഖ്യാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ ഖുർആന്റെ മാസ്മരികത വെറും നമ്മളെ മാത്രം ആകർഷിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ സൂചിപ്പിച്ചു, അത് മുസ്ലിങ്ങളെ വരെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ബാങ്ക് വിളി അതൊക്കെ ഇങ്ങനെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. ഈ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് അമുസ്ലിങ്ങളായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും അത് കേൾക്കരുത് എന്ന് പറഞ്ഞ് നിരോധിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ട്, ശത്രുക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് അബൂ സുഫിയാൻ. അതേപോലെ വേറെ രണ്ടാൾ, അവരുടെ പേരുകൾ ഞാൻ ഓർക്കുന്നില്ല. അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമ്മൾ അബൂ ലഹബോ അബൂ ജഹലോ അവരൊക്കെയാണ്. അപ്പോൾ അവർ കൂടി തീരുമാനിച്ചു, നമ്മൾ ഇനി ഒരിക്കലും നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ ഒന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അനുചരന്മാരുടെയോ ഖുർആൻ പാരായണം കേൾക്കുന്ന സ്ഥലങ്ങളിൽ അവർ നിർത്തരുത്, അവരെങ്ങനെയെങ്കിലും മാറ്റി നിർത്തണം. അങ്ങനെ ഒരിക്കൽ ഈ മാറ്റി നിർത്തണം എന്ന് തീരുമാനിച്ച ആളുകളും ഇത് കേൾക്കാനും ഭയങ്കര മാസ്മരികതയാണ്, കേട്ട് ഭയങ്കര ആസ്വാദികരാണ്. പ്രത്യേകിച്ചും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം ഭയങ്കര മനോഹരമാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് കേൾക്കാൻ ഇവർ വന്നു. പക്ഷേ ഇതേ സമയത്ത് തന്നെ ഇവരാരെയൊക്കെ നിരോധിച്ചോ അവരും വന്നു. അവസാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. അപ്പോൾ ഖുർആനിൽ നമ്മൾ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ, ഖുർആനിൽ ചില ആയത്തുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യണം, പടച്ചവന്റെ മുന്നിലുള്ള വിനയം നമ്മൾ കാണിക്കണം. ആ വിനയം കാണിക്കുന്ന ഒരു സന്ദർഭം വന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയി, കൂടെ മറ്റുള്ള മുസ്ലിങ്ങളൊക്കെ സുജൂദിലേക്ക് പോയി. അപ്പോൾ ആ സമയത്താണ് ശരിക്കും മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഉണ്ടായത് കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്സീനിയയിലേക്ക് കുറച്ച് സ്വഹാബിമാരെ അയച്ചിരുന്നൊരു സമയമാണ്. അപ്പോൾ അബ്സീനിയയിലേക്ക് ഈ വാർത്ത എത്തി. പക്ഷെ ആ വാർത്ത എത്തിയപ്പോൾ വാർത്ത കുറച്ച് ട്വിസ്റ്റഡായി. എന്താ വെച്ചാൽ മക്കയിലെ നമ്മുടെ ശത്രുക്കളെല്ലാം മുസ്ലിങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവർ സുജൂദ് ചെയ്തിട്ടുള്ള ആ എഫക്റ്റിൽ പെട്ടെന്ന് പിന്നെയാണ് അവർക്ക് അബദ്ധം മനസ്സിലായത്, ഇത് നമ്മൾ ഇതിന് വഴങ്ങിപ്പോയല്ലോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഖുർആൻ. അത് കേൾക്കാൻ ശ്രമിച്ചാൽ അത് സ്വാഭാവികമായിട്ടും നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ ഒരു അതെന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ശത്രുക്കളാണ്, കേൾക്കരുതെന്ന് തീരുമാനിച്ചവരാണ്, അവരെ വരെ അത് ഇത്ര സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്നും നമുക്കത് കാണാൻ പറ്റും. ഇപ്പം ഈ ജൊറാമാൻ ഫ്ലവറിന്റെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അവരിങ്ങനെ ഖുർആനെ വിമർശിക്കാൻ വേണ്ടി സമീപിച്ചിട്ട് പോലും ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു സ്വാധീനം അവർക്ക് ഉണ്ടാവും. ഈവൻ ഇസ്ലാം സ്വീകരിക്കുന്നതും ഒരുപാട് വാർത്തകൾ യൂറോപ്പിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാം. അതേപോലെ ഈ ആയത്തിന്റെ അടുത്ത ഭാഗം അതും വളരെ പ്രസക്തമാണ്. ദാലിക ഹുദല്ലാഹി യഹ്ദി ബിഹി മയ്യശ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നേർവഴി കാട്ടാനുള്ള ഒരു മാർഗദർശനമാണത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കാണ് ആ നേർമാർഗം കിട്ടുക, എല്ലാവർക്കും അത് കിട്ടൂല. അതിന് നമ്മളെ മനസ്സ് ആദ്യം ശരിയാക്കണം. ഉദ്ദേശിക്കുന്നവരിൽ പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ക്വാളിറ്റീസ്. അതെ അതെ. പിന്നെ പറയുന്നത് വമയുദ്ലില്ലാഹു, എന്നാൽ ആരെയാണോ അള്ളാഹു വഴിപിഴവിലാക്കുന്നത്, വഴിക്കേടിലാക്കുന്നത്, ഫമാലഹു മിൻഹാദ്, അവന് വഴി കാട്ടാൻ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും ഖുർആൻ വായിച്ച് ഇപ്പം മുത്തശാബിഹാത്തിനെ കുറിച്ചുകൂടെ സൂചിപ്പിച്ചു. സാദൃശ്യവചനങ്ങൾ കുഴപ്പമുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നടക്കം ഖുർആനിൽ പറയുന്ന മനസ്സിൽ രോഗമുള്ളവർക്ക് അതെ അതെ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദേഹങ്ങൾ ഇതൊക്കെ കൂട്ടിക്കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മനസ്സിൽ രോഗമില്ലാത്ത ഒരാളായി മാറുക എന്നുള്ളതാണ്, വളരെ നിഷ്കളങ്കനായി മാറുക എന്നുള്ളതാണ്, മനസ്സിനുള്ളിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഖുർആൻ നമ്മളെ സ്വാധീനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ ഈ ഒരു ഖുർആന്റെ മാസത്തിൽ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ആ നിലക്ക് അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ച അല്ലെങ്കിൽ അള്ളാഹു മാർഗദർശനം ഉദ്ദേശിച്ചവരിൽ പെടാനുള്ള ക്വാളിറ്റീസ് നമുക്കുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് നമുക്ക് വേണ്ടത്. ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പരിവർത്തിപ്പിക്കാൻ, ആ രൂപത്തിലുള്ള ഒരു നിഷ്കളങ്കമായ മനസ്സോടുകൂടി വിശുദ്ധ ഖുർആനിനെ സമീപിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് സാധിക്കട്ടെ, അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റ് ആയത്തുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമുക്ക് തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.